അതായത് ലോകത്തിലെ ആദ്യം വെളിപ്പെട്ട സാത്താൻ ആരായിരുന്നു? ലോകം ആദ്യം മുതലുണ്ടായിരുന്ന പിശാച് എന്ന് പറയുന്നവനും സർപ്പം എന്ന് പറയുന്നവനും സാത്താൻ ആരായിരുന്നു എന്നുള്ളതാണ് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ആ വെളിപ്പെടുത്തി കിട്ടിയ കാര്യം എങ്ങനെയാണ്? മറ്റൊന്നുമല്ല, ഒരു ഒരു കെയർലെസ്നെസ് എന്നുള്ളതാണ് അതിന് ഉത്തരം ലഭിച്ചത്. ആരായിരുന്നു സാത്താൻ എന്നതിൻ്റെ ഒരു കാര്യം മക്കളെ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ പഠിപ്പിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു തോട്ട് വന്നത്. അപ്പോൾ കെയർലെസ്നെസ് എന്നുള്ളതാണ് ആ സാത്താൻ്റെ പേര്. അതെങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു കൽപ്പന കൊടുക്കുന്നു. ആ കൽപ്പന കൊടുക്കുമ്പോൾ അതിന് വേണ്ട വിധം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതിന് പ്രാധാന്യം കൊടുക്കാതെ അതിനെ കെയർലെസ്നെസ് ആക്കുകയാണ്. അത് കുഴപ്പമില്ല, ആ ട്രീ വരെ പോയി നോക്കാം, അല്ലെങ്കിൽ അത് കഴിക്കാതിരുന്നാൽ പോരെ, അതിൻ്റെ സൗന്ദര്യം നമുക്ക് കണ്ടിട്ട് വരാം, നാളെ കഴിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗോഡ് കമാൻഡ് അതിനെ സീരിയസ്നെസ് ആയിട്ട് എടുക്കുന്നില്ല. എന്താണ് ദൈവം വാൺ ചെയ്യുന്നത്? ഇപ്പോൾ നോഹയുടെ അവസാന കാലത്തെക്കുറിച്ച് പറയുന്നത്, അന്ന് അവർ തിന്നും കുടിച്ചും കല്യാണം കഴിച്ചും കഴിപ്പിച്ചും ഒക്കെ നോഹയുടെ പേടകത്തിൽ നോഹ കയറുന്നത് വരെയും അതിന് ചുറ്റുമുള്ള ജനത ഒന്നും അറിയാത്തതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവർ ഇമിനൻ്റ് വാണിങ്ങിനെ, ദൈവത്തിൻ്റെ വാണിങ്ങിനെ ഗൗരവതരമായി എടുത്തില്ല. കെയർലെസ്നെസ് എന്നാണ് ആ സാത്താൻ്റെ പേര്. ആദ്യം ഭൂമിയിൽ വെളിപ്പെട്ടതും ഇന്നോളം ഭൂമിയെ തകർത്തുകൊണ്ടിരിക്കുന്നതും ഒരു സാത്താനാകുന്നു. ആ സാത്താൻ്റെ പേരാണ് കെയർലെസ്നെസ് അല്ലെങ്കിൽ ഡിസൊബീഡിയൻസ് എന്നൊക്കെ പറയുന്നത്. അനുസരണമില്ലായ്മയും അല്ലെങ്കിൽ ദൈവവചനങ്ങളോട് പ്രാതിനിധ്യം കൊടുക്കാതെ, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അതിനെ ലഘുവായി കാണുക, അതാണ് അതിൻ്റെ പ്രധാനം. അപ്പോൾ അത് എങ്ങനെയാണ് ദൈവവചനങ്ങളിൽ നമ്മൾ പറയുമ്പോൾ ജനം എടുക്കുന്നതെന്ന് നോക്കിയാൽ മതി. ലോത്തിൻ്റെ സമയത്ത് ഈവൻ ലോത്തിൻ്റെ പെൺമക്കളുടെ ഭർത്താക്കന്മാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ടാവുമെന്ന് പറഞ്ഞിട്ട് അവർ പോലും അത് വിശ്വസിച്ചില്ല, ലോത്തിൻ്റെ കൂടെ നിന്നില്ല, അവർ വിട്ടുപോയി. അപ്പോൾ യേശുക്രിസ്തുവും ഇതുപോലെ 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഇത് കഠിനം എന്ന് പറഞ്ഞ് അവർ വിട്ടുപോയി. അതുപോലെ യേശു ഒരു യുവാവിനോട് പറഞ്ഞു എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ പിതാവിനെ സംസ്കരിക്കേണ്ടത് ഇല്ലയോ? അല്ലെങ്കിൽ ഒരുവൻ പറഞ്ഞു ഞാൻ 10 കൽപ്പന അനുസരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു നീ നിനക്കുള്ളതെല്ലാം വിറ്റ് എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ അത് വളരെ പുച്ഛഭാവത്തിൽ ഇത് കഠിനം എന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ടുപോയി. ദൈവത്തെ അവസാന നിമിഷങ്ങളിൽ പലരും വിട്ടുപോകും. പക്ഷെ ദൈവം പിടിച്ചവനെ ദൈവം നിലനിർത്തും. കാരണം അത് പിടിച്ചത് ദൈവമാകിയാൽ അവൻ ഇഷ്ടമാണോ എന്ന് അവൻ നോക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം അവൻ രുചിച്ചറിഞ്ഞതുകൊണ്ട് അവൻ അതിനെ പ്രധാനപ്പെട്ടത് എന്ന് കരുതുകയും അതിനെ ഉപേക്ഷിക്കാൻ അവന് കഴിയുകയുമില്ല. കാരണം അതുമായി അവർ ബന്ധമുണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എന്താണ് പറയുന്നത്? നരകം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയല്ല, നരകം സൃഷ്ടിച്ചത് പിശാചിന് വേണ്ടിയാണ്. അപ്പോൾ പിശാചും ആരുമായി സഖ്യമുണ്ടാക്കുന്നുവോ അവരെല്ലാം ആ നരകത്തിന് യോഗ്യരായിത്തീരുന്നു. ഇതാണ് പറഞ്ഞത് വിജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ. എന്താണ്? നരകം ഉണ്ടാക്കിയത് മനുഷ്യർക്ക് വേണ്ടിയായിരുന്നില്ല ദൈവം, പിശാചുകൾക്ക് വേണ്ടിയാണ് നരകം സൃഷ്ടിച്ചത്. പക്ഷെ ആരെല്ലാം ഈ പിശാചായി സഖ്യമുണ്ടാക്കുന്നുവോ അവരെല്ലാം നരകം അനുഭവിക്കും. മനസ്സിലായോ? ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ്? ഞാൻ ദൈവവുമായി ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. ഈ സഖ്യം തകർക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ സഖ്യമുണ്ടാക്കിയത് ഞാനല്ല, ദൈവമാകിയാൽ ഈ സഖ്യത്തിന് തകർച്ച നേരിടാത്ത ഈ ശക്തി നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളും അതുപോലെ കെയർലെസ്നെസ് കാണിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കെയർലെസ്സിന് ആവരുത്. ഇന്നിപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ തേർഡ് വേൾഡ് വാർ യുദ്ധത്തിൻ്റെ സമയത്ത് എത്തി നിൽക്കുന്നു. അതിൻ്റെ വാണിങ്ങുകളുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ദൈവം പറഞ്ഞ സമയങ്ങളിൽ പലരും ലോകത്ത് കാണുമ്പോൾ നിങ്ങൾ സീരിയസ് ആയി ദൈവത്തിലേക്ക് വളരെ ദൈവത്തോട് അടുത്ത് നിൽക്കണം. കാരണം ഈ ലോകം മുഴുവൻ പരീക്ഷിക്കാനിടയുള്ള അതിപരീക്ഷണം കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളും. ഇതാണ് ദൈവത്തിൻ്റെത്. ഈ ലോകം മുഴുവൻ കടന്നു പോകുന്ന ട്രിബുലേഷനിൽ തകരും, നിങ്ങൾ മുഴുവൻ തകർന്നു എന്നൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നെ സംരക്ഷിക്കും
ഈ ലോകം മുഴുവൻ പരീക്ഷിക്കാൻ ഇടയുള്ളിടത്ത് എന്ന ആ വചനം മുറുകെ പിടിക്കാനാണ് ഞാനിതെല്ലാം പറയുന്നത്. ഈ ലോകത്ത് ഒരു പരീക്ഷണം നടക്കുവാൻ പോകുന്നു. ഈ പരീക്ഷണം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു നിമിഷം കൊണ്ട് പല ട്രാജഡികളും നമ്മൾ കാണാനിടയാകും. ആ സമയത്ത് നമുക്ക് ദൈവത്തിലെ ഒരു സംരക്ഷണം ലഭിക്കാൻ നിങ്ങൾ ജോലിയും നിങ്ങൾ തിരക്കും, ഞാൻ ഒരുപാട് ജോലിയും തിരക്കും ഒക്കെ തന്നെ ഉള്ള ആളാണ്. പക്ഷേ ഇത് പറയാൻ ദൈവത്തിൻ്റെ സമയം കണ്ടെത്താൻ കാരണം ദ ടൈം ഈസ് ഇമ്പോർട്ടൻറ്റ്. ദൈവം വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരായിരിക്കണം? നിങ്ങൾ നിങ്ങളുടെ വേലക്കാരെ പീഡിപ്പിക്കുകയും, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കള്ളൻ നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്താണ് വരുന്നതെങ്കിൽ നിങ്ങൾ അവരെ പീഡിപ്പിക്കുകയും, നിങ്ങൾ വീട്ടുജോലിക്കാരെ ഏൽപ്പിച്ച വീട്ടുടമസ്ഥൻ അവരെ പീഡിപ്പിക്കുകയും, ജോലിക്കാരുടെ കാര്യസ്ഥൻ അവരെ പീഡിപ്പിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് വീട്ടുടമസ്ഥൻ വരുമ്പോൾ കാണുന്നതെങ്കിൽ ആ കാര്യസ്ഥന് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട, എനിക്ക് ഭാരമേൽപ്പിച്ച് ചെറിയ കാര്യമേ ഉള്ളൂ എന്നെ ദൈവം ഏൽപ്പിച്ച് നിങ്ങളോട് പറയുക എന്നുള്ള കാര്യമുള്ളൂ. ആ ചെറിയ കാര്യം പോലും ഞാൻ ചെയ്തില്ലെങ്കിൽ അത് എനിക്ക് എന്നോട് തന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 2-3 കാര്യങ്ങൾ ദൈവം പറയാൻ ഏൽപ്പിച്ചതാണ്. അതിലൊരു കാര്യമാണ് ഇത് പറയുന്നത്, കെയർലെസ്നെസ്. പിശാചിൻ്റെ പേര് മറക്കരുത്. നിങ്ങൾ കെയർലെസ്നെസ് ആയി എടുക്കരുത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. ഇറ്റ് ഈസ് സീരിയസ് തിങ്സ്. ഓരോ വചനങ്ങളും നിങ്ങൾ പരിശോധിക്കുക. മത്തായിയിൽ പറഞ്ഞിട്ടുള്ള അന്ത്യകാലത്തെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളും നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഓരോ കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ കെയർലെസ്നെസ് പാടില്ല ഈ കാലഘട്ടത്തിൽ. ബി സീരിയസ്. ഗോഡ് ഈസ് ഓൾമോസ്റ്റ് റെഡി ടു ഷോ യു സംതിങ്.